ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മൾ മുൻപ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ഫോട്ടോഗ്രാഫറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അല്ല നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് ഏതാണ് ഉപകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫോട്ടോഷോപ്പ് ഒരു ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഫോട്ടോഷോപ്പിൽ ചെയ്യാം. ലൈറ്റ് റൂം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഒരു റോ ഫയൽസ് പ്രോസസ്സ് ചെയ്യാനാണ് നമ്മൾ ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഫോട്ടോ മാനേജ്മെൻ്റ് ആണ് ലൈറ്റ് റൂമിൻ്റെ രണ്ടാമത്തെ ഒരു മെയിൻ ഫംഗ്ഷൻ. ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൻ്റെയും ലൈറ്റ് റൂമിൻ്റെയും ഫംഗ്ഷനാലിറ്റിയും നിങ്ങൾക്കത് എങ്ങനെ യൂസ്ഫുൾ ആകും എന്നുള്ളതുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോട്ടോഷോപ്പിൽ ക്യാമറ റോ എന്ന് പറയുന്നൊരു പ്ലഗിൻ ഉണ്ട്. ഈ പ്ലഗിൻ വഴി നമുക്ക് റോ ഫയൽസും ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പിനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ലൈറ്റ് റൂമിൽ നമ്മൾ റോ ഫയൽസ് ആണ് കൂടുതലും എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് JPEG ഫയൽസും എഡിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു JPEG ഫോർമാറ്റിൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ലൈറ്റ് റൂം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്കൊരു ഉദാഹരണത്തിന് ഫോട്ടോഷോപ്പ് 2018 ലൈറ്റ് റൂം 2018 ക്ലാസിക് CC 2018 എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് CC 2018 വർക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ലൈറ്റ് റൂം ക്ലാസിക് CC 2018 നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് റൂം കുറച്ചും കൂടെ സിസ്റ്റം ഹെവിയാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല സിസ്റ്റം നിങ്ങൾക്ക് വേണം. അപ്പോൾ കുറച്ചൊരു പഴയ വേർഷൻ നിങ്ങൾ ലൈറ്റ് റൂം ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള സിസ്റ്റത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഞാൻ എല്ലാ ആൾക്കാരെയും കുറിച്ചല്ല പറയുന്നത്, പക്ഷേ പൊതുവേ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഹൈ എൻഡ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ തന്നെ ഞാൻ ഈ ഇടയ്ക്കാണ് ഒരു 8 GB റാമുള്ള സിസ്റ്റം ആക്കിയത്. അതിന് മുമ്പൊക്കെ ലൈറ്റ് റൂമിൻ്റെ പഴയ വേർഷൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലൈറ്റ് റൂം നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് റൂം വളരെ സ്ലോ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇതിന് മെയിൻ റീസൺ ലൈറ്റ് റൂമിൻ്റെ പ്രശ്നമല്ല, നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ലൈറ്റ് റൂം ഫാസ്റ്റായിട്ടും സ്മൂത്തായിട്ടും വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിന് മെയിൻ കാരണം ലൈറ്റ് റൂം ഒരു റോ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. റോ ഫയൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് റൂം കുറച്ചും കൂടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു JPEG ഫയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 MB സൈസൊക്കെ കാണത്തുള്ളൂ, 5 അല്ലെങ്കിൽ 6 MB. പക്ഷേ ഒരു റോ ഫയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 25-30 MB സൈസുള്ള ഫയൽസൊക്കെയാണ്. ഇപ്പോൾ EOS R ക്യാമറയൊക്കെ ആണെങ്കിൽ ഏകദേശം അതിൻ്റെ ഡബിൾ വരും, 60 MB ഒക്കെ വരും ഒരു ഫയലിൻ്റെ സൈസ്. 60 MB അതിനെക്കാട്ടും കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം EOS Rൽ. അപ്പോൾ മെയിൻ റീസൺ ഇതാണ്. നിങ്ങൾ JPEGൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലൈറ്റ് റൂം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ JPEG എല്ലാ രീതിയിലുള്ള എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ലൈറ്റ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ലൈറ്റ് റൂം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യത്തെ ഇത് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, മീൻസ് ഒരു 8 GB റാം, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലൈറ്റ് റൂം വേർഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പുതിയതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് റൂം എന്ന് പറഞ്ഞാൽ ക്ലാസിക് CC 2015 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സിസ്റ്റത്തിലും 2018 വർക്ക് ചെയ്തില്ല. ഇതിനെക്കാട്ടും ബെറ്റർ എനിക്ക് ഒരു i5 സിസ്റ്റമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലാസിക് CC 2018 ഒക്കെ എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എൻ്റെ സിസ്റ്റത്തിൽ ഫോട്ടോഷോപ്പ് CC 2018 വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ JPEG ഫയൽസിലാണ് ഡീൽ ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയ്ക്ക് സിസ്റ്റം ഹെവി അല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ലൈറ്റ് റൂം സ്ലോ ആണെങ്കിൽ മെയിൻ റീസൺ ലൈറ്റ് റൂം ഒരു മോശം സോഫ്റ്റ്വെയർ ആയതുകൊണ്ടല്ല. ലൈറ്റ് റൂമിന് പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ സിസ്റ്റം വേണം. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പഴയ ലൈറ്റ് റൂമിൻ്റെ വേർഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നമുക്ക് ലൈറ്റ് റൂം നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് ലൈറ്റ് റൂം ഉണ്ട്, സിസ്റ്റത്തിൽ കുറച്ച് സ്ലോ ആണ്, ഡൗൺഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ റോ ഫോർമാറ്റ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ റോ ഫയൽസ്, അതായത് 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് ലൈറ്റ് റൂമിൻ്റെ ഇൻ്റർഫേസിൽ നിന്നും ഇത് റിമൂവ് ചെയ്ത് കളയുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. നമ്മളിപ്പം റിമൂവ് ഫോട്ടോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, നമുക്ക് ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ലൈറ്റ് റൂമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിമൂവ് ഫോട്ടോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട, ലൈറ്റ് റൂമിൽ നിന്ന് മാത്രം റിമൂവ് ചെയ്താൽ മതി. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ആ ഒരു പ്രത്യേക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഫ്രം ലൈറ്റ് റൂം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഫോട്ടോ ഡിലീറ്റ് ആയി പോകത്തില്ല,
ലൈറ്റ് റൂമിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ആയി പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 മാസമൊക്കെ കഴിയുമ്പോൾ ലൈറ്റ് റൂമിൻ്റെ കാറ്റലോഗ് ഫുള്ളൊന്ന് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ് എല്ലാം ലൈറ്റ് റൂമിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാസം 5-6 ബേബി ഷൂട്ട്സ് കാണും. അപ്പോൾ ഈ 6 ഷൂട്ടിൽ നിന്ന് തന്നെ ഏകദേശം 300-400 ഫോട്ടോസ് ചിലപ്പം ഒരു മാസം വരുമായിരിക്കും. അപ്പോൾ ഈ ഇത്രയും ഫോട്ടോസ് ഞാൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ കീപ്പ് ചെയ്യത്തില്ല. 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് സാധനം കൊടുത്ത് 1-2 ആഴ്ച കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് റൂമിൽ നിന്ന് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു 100 ഫോട്ടോ ഒരു ഫോട്ടോഷൂട്ടിൽ എടുത്താൽ 100-ൽ കൊള്ളാവുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഏകദേശം 50-60 ഫോട്ടോയെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ് കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ലൈറ്റ് റൂം ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ലൈറ്റ് റൂമിൻ്റെ കാറ്റലോഗ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യാവുന്ന വേറൊരു കാര്യം, നമ്മൾ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ക്യാമറയിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോട്ടോസിൽ പർട്ടിക്കുലർ കസ്റ്റമർ ആണെങ്കിൽ അവരുടെ പേരിലുള്ള ഫോട്ടോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യുക മാത്രം ചെയ്യുക. വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാതെ. നമുക്കിപ്പോൾ ലൈറ്റ് റൂമിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് മൂവ് അല്ലെങ്കിൽ കോപ്പി ആസ് DNG, പിന്നെ നമുക്ക് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻസാണ്. അപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ലൈറ്റ് റൂം കുറച്ചും കൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കപ്പോൾ ഫോട്ടോഷോപ്പോ ലൈറ്റ് റൂമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടും യൂസ് ചെയ്യാം. ഞാൻ രണ്ടും യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ നിങ്ങളിപ്പോൾ JPEG ഷൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് റൂമിൻ്റെ ആവശ്യമില്ല. ഫോട്ടോഷോപ്പിൽ മാത്രം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. രണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സിസ്റ്റം ഉണ്ടെങ്കിൽ രണ്ടും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സിസ്റ്റം അത്ര നല്ലതല്ലെങ്കിൽ ഇച്ചിരി പഴയ ഒരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ലൈറ്റ് റൂം ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നമ്മളിപ്പോൾ ഏകദേശം 11,000 സബ്സ്ക്രൈബേഴ്സിലായി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ദയവായി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം അല്ലെങ്കിൽ അതുപോലുള്ള സോഫ്റ്റ്വെയറിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.